കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജിൻഡോ ജോൺ ടെലിഫോണിലായിട്ടുണ്ട്. ഡോക്ടർ ജിൻഡോ, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം പത്മകുമാറിനെതിരെ സസ്പെൻഷൻ എന്നുള്ളതാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള സാധ്യതയുണ്ട്, കടുത്ത നടപടി വേണമെന്നൊക്കെ അഭിപ്രായമുയർന്നു ഇന്നത്തെ യോഗത്തിൽ എന്നൊക്കെ വിവരം നമുക്ക് ലഭിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ മാത്രം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത്. പാർട്ടി വീണ്ടും വഴങ്ങുന്നു, അല്ലെങ്കിൽ ഒരുപക്ഷെ പത്മകുമാറിന് മുന്നിൽ വീണ്ടും പാർട്ടി കീഴടങ്ങുന്നു എന്ന കാഴ്ചയാണോ കാണുന്നത്? തീർച്ചയായിട്ടും ഇതിപ്പോ ഈ സസ്പെൻഷൻ പൊതുസമൂഹത്തിന്റെയും പാർട്ടി സാധാരണ പ്രവർത്തകരുടെയും മുമ്പിൽ, കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നടപടി മാത്രം. പത്മകുമാറിന്റെ ആത്മകഥ ഭീഷണിയുടെ മുമ്പിലാണ് CPM വഴങ്ങിയിരിക്കുന്നത്. ഇവിടെയുള്ള പ്രശ്നം, ഇവര് ഏത് നടപടി എടുത്താലും ഇത്രയും കാലം എന്തുകൊണ്ട് ഇന്നിപ്പോ ഈ നടപടി എടുത്ത് കേരളത്തിലെ എല്ലാ കാര്യത്തെ കുറിച്ചിട്ടും വലിയ ധാരണയുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടി, ആ പാർട്ടിക്ക് പത്മകുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ഇത്രയും വൈകിയത് തന്നെ നമ്മളോടൊക്കെയുള്ളൊരു ആക്ഷേപമാണ്. കാരണം ഈ വിശ്വാസികളുടെ സ്വർണം കട്ട കേസിൽ ജയിലിൽ കിടന്ന് കുറ്റപത്രം സമർപ്പിക്കാൻ സമയത്തിനുള്ളിൽ സമർപ്പിക്കാത്തത് കൊണ്ട് മാത്രം സ്വാഭാവിക ജാമ്യം കിട്ടിയ ഒരു വ്യക്തിയെ പാർട്ടി എന്തുകൊണ്ട് ഇത്രയും കാലം ചുമന്നു എന്നതിനുള്ള ഒരു മറുപടി ഇല്ലല്ലോ. അത് ഉന്നത നേതാക്കന്മാരുടെ, പ്രത്യേകിച്ച് ദൈവതുല്യന്മാരായിട്ടുള്ള ആളുകളുടെ പേര് പുറത്തു പറയുമോ എന്നുള്ള ഭയം കൊണ്ടാണ്. ഇപ്പൊ തന്നെ നടപടി എടുക്കുമെന്നുള്ളൊരു ചർച്ചയൊക്കെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയത്ത് അദ്ദേഹം ആത്മകഥ എഴുതാൻ പോകുന്നു എന്നുള്ളൊരു വെല്ലുവിളി വന്നപ്പോൾ തന്നെ അത് നടപടി സസ്പെൻഷനിലേക്ക് ഒതുക്കപ്പെട്ടു. അതാണ് തുടർച്ചയായി അദ്ദേഹം ഈ സുഹൃത്തുക്കളോടൊക്കെ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നു, അത് വെളിപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു, ആത്മകഥ എഴുതും എന്ന് പറയുന്നു. അപ്പോൾ അതിൽ ഒരു പക്ഷേ നേതൃത്വം ഭയപ്പെടുന്നു എന്ന് തന്നെയാണ് കരുതേണ്ടതല്ലേ? തീർച്ചയായിട്ടും. കാരണം ആത്മകഥ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾ ആത്മകഥ എഴുതിയത് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി അതിനേക്കാൾ മുമ്പ് ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ, അദ്ദേഹത്തിന് എന്തെങ്കിലും വെളിപ്പെടുത്താനുണ്ടെങ്കിൽ പത്രസമ്മേളനം വിളിച്ച് മാധ്യമങ്ങളോട് പറയാമല്ലോ. കേരളത്തിലെ മാധ്യമങ്ങൾ ലൈവായിട്ട് അത് റിപ്പോർട്ട് ചെയ്യും. അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ എന്തിനാണ് അദ്ദേഹം മനസ്സിൽ സൂക്ഷിക്കുന്നത്? ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, പത്മകുമാറിന് കുറെ കാര്യങ്ങൾ അറിയാം. CPM-വുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ നടന്ന യുവതി പ്രവേശനവും ആചാരലംഘനവും അവിടുത്തെ സ്വർണ്ണക്കൊള്ളയും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ നടന്ന കളവൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പത്മകുമാറിന് കുറെ രഹസ്യങ്ങൾ അറിയാം. അത് അദ്ദേഹം മൂടി വെച്ചിരിക്കുകയാണ്. പകരം CPM നേതാക്കന്മാർക്കും പല ക്രയവിക്രയങ്ങളും അറിയാം. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണിപ്പെടുത്തി പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആരാദ്യം പുറത്തു പറയുന്നുള്ളത്. അപ്പൊ അതല്ല, നമുക്ക് പൊതുസമൂഹത്തിന് ഒരു കാര്യം ബോധ്യമുണ്ട്, അവിടെ നടന്നിട്ടുള്ള എല്ലാ തട്ടിപ്പുകളിലും ഇവർക്ക് തുല്യ പങ്കാളിത്തമുണ്ട്. ആരാദ്യം പറയുന്നുള്ള തർക്കം മാത്രമേ ഉള്ളൂ. അദ്ദേഹം ആത്മകഥ എഴുതുന്ന പറയാൻ കേരളത്തിലെ വിശ്വാസികൾ കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം അയ്യപ്പ വിശ്വാസിയാണെന്ന് പറയുന്നു, അദ്ദേഹം നല്ല കമ്മ്യൂണിസ്റ്റ് ആണെന്നും ഒരേ സമയം തന്നെ പറയുന്നു. അദ്ദേഹത്തിന് അങ്ങനെയാണെങ്കിൽ സ്വന്തം പാർട്ടി ഇതുപോലെ പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ പാർട്ടിയുടെ അടിത്തറ വരെ ഇളകി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സത്യം പറയാമല്ലോ. ആരാണ് ആ ദൈവതുല്യൻ, ആരാണ് ഇടപെട്ടത് എന്നൊക്കെ അദ്ദേഹത്തിന് പറയാം. തിരിച്ച് പാർട്ടിക്കും, പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർക്ക് ഇതിലൊന്നും പങ്കില്ലെങ്കിൽ പാർട്ടി അച്ചടക്കണ നടപടി എത്രയും വേഗം എടുത്ത് കൈ കഴുകി വൃത്തിയാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ പാർട്ടിക്കും പാർട്ടി ഉന്നത നേതാക്കന്മാർക്കും ഇക്കാര്യത്തിൽ ചില ബന്ധങ്ങളുണ്ടെന്ന് വേണം നമ്മൾ സംശയിക്കാൻ. അതാണ്. വളരെ നന്ദി ഡോക്ടർ ജിൻഡോ ജോൺ പ്രതികരിച്ചതിന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.